കാരുണ്യവാനായ തമ്പുരാനെ, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ സ്നേഹനിധിയായ ഈശോയെ, ഇന്ന് ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുമ്പിലേക്ക് ഈ ജലപ്രളയം മൂലം മരണപ്പെട്ടു പോയ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്ത് കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിലായിരിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിതേ ഈശോയെ, ഇന്ന് ഓഗസ്റ്റ് 9 ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വചനം ധ്യാനിച്ച ജീവിതത്തെ പറ്റി ഞങ്ങൾ വിചിന്തനം ചെയ്യുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: മറിയമാകട്ടെ അതെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. പ്രിയ സഹോദരങ്ങളെ, മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അവൾ ദൈവവചനത്തെ കേവലം കേട്ടുകൊണ്ട് കടന്നുപോയില്ല, മറിച്ച് വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു, ധ്യാനിച്ചു, അതനുസരിച്ച് ജീവിച്ചു. ദൈവം മറിയത്തോട് പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായില്ല, എങ്കിലും അവൾ ചോദിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വയം സമർപ്പിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനം: ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. മറിയം ദൈവവചനം കേട്ടു, പക്ഷേ അവളുടെ ജീവിതം അവിടെ അവസാനിപ്പിച്ചില്ല. കേട്ട വചനം അവളുടെ ജീവിതത്തിലൂടെ അവൾ വഴികാട്ടിയാക്കി. നമ്മുടെ ജീവിതത്തിലും ദൈവവചനം കേൾക്കാൻ നാം തയ്യാറാകണം. പ്രശ്നങ്ങളുടെ ശബ്ദങ്ങളുടെ ഇടയിലും ലോകത്തിൻ്റെ തിരക്കുകളുടെ ഇടയിലും ദൈവം എന്നോട് എന്താണ് പറയുന്നത് എന്ന് നാം ചോദിക്കണം, കേൾക്കാനായിട്ട് റെഡിയായിട്ട് ഇരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന്. കാനായിലെ കല്യാണത്തിൽ മറിയം പറഞ്ഞ ഏറ്റവും മനോഹരമായ വാക്കുകളാണത്. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുവിനെന്ന്. ബൈബിൾ വായിക്കുന്നത് മാത്രം പോരാ, വചനം മനസ്സിലാക്കുന്നതും മാത്രം പോരാ, വചനം ജീവിതത്തിൽ നടപ്പിലാക്കണം. ക്ഷമിക്കണമെന്ന് വചനം പറഞ്ഞാൽ ക്ഷമിക്കുക, സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, സഹായിക്കണമെന്ന് പറഞ്ഞാൽ സഹായിക്കുക, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. അല്പനേരം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, എത്രമാത്രം പ്രാധാന്യം നമ്മൾ തിരുവചനത്തിന് നൽകുന്നുണ്ട് എന്ന്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനായിട്ട് എത്ര സമയം നമ്മൾ മാറ്റിവെക്കാറുണ്ട് എന്ന് നമുക്കൊരല്പനേരം ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയവും ദൈവവചനത്തിൻ്റെ വാസസ്ഥലമാക്കണമേ. ലോകത്തിൻ്റെ ശബ്ദങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും തീരുമാനങ്ങളിലും ബന്ധങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ദൈവവചനം വഴികാട്ടിയാകട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന മറിയത്തിൻ്റെ സമർപ്പണം ഞങ്ങളുടെയും ജീവിത പ്രാർത്ഥനയാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷകളമേ. ആമേൻ. വചനം കേൾക്കുന്നവരായി മാത്രം നിൽക്കാതെ മറിയത്തെപ്പോലെ വചനം ഹൃദയത്തിൽ ധ്യാനിച്ച് ജീവിക്കുന്നവരായിട്ട് മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ എന്നേരവും ആരാധന, എന്നേരവും സ്തുതി, എന്നേരവും പുകഴ്ച.